പഞ്ചായത്ത് 2026-27 വാർഷിക ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ വേവുകാട്ടിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ അവതരിപ്പിച്ചു. ബജറ്റിൽ മുൻവർഷത്തെ നീക്കിയിരിപ്പ് തുകയായ 78,85,102 രൂപയുൾപ്പെടെ ആകെ വരവ് 12,05,84,000 രൂപയും ആകെ ചെലവ് 11,90,89,035 രൂപയും ബാക്കി നീക്കിയിരിപ്പ് തുക 14,94,965 രൂപയും ആണ്. 2026-27 കൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകി തരിശു നെൽകൃഷിക്കും കുറ്റിക്കുരുമുളക്, വനിതകൾക്ക് പച്ചക്കറി കൃഷി, കരിമ്പ് കൃഷി എന്നിവയും പാർപ്പിട മേഖലയ്ക്കും സ്വയം സംരംഭങ്ങൾക്കും ഊന്നൽ നൽകിയും ക്ഷീരമേഖല സ്വയം പര്യാപ്തമാക്കുകയും ആരോഗ്യ മേഖലയിൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തിയും വൃദ്ധർ, പാലിയേറ്റീവ് രോഗികൾ, വനിതകൾ, കുട്ടികൾ എന്നിവരുടെ ഉന്നമനത്തിനും ആവശ്യമായ പദ്ധതികളും നടപ്പിലാക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യവും മഹത്വവും പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനായി ഭരണഘടന വിജ്ഞാന വ്യാപനം എന്ന പദ്ധതി സ്കൂൾ തലത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്നതിന് ഈ വർഷം 6 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ 2026-27 വർഷത്തിൽ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സമഗ്ര ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ കിണറുകൾ, കുളങ്ങൾ, തോടുകൾ, കനാലുകൾ ഉൾപ്പെടെ പൊതുജലാശയങ്ങൾ എല്ലാം വൃത്തിയാക്കി പൊതുജന ഉപയോഗപ്രദമായ രീതിയിൽ സംരക്ഷിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഈ വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകുന്നുണ്ട്. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത് PS, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഹമ്മദ് കബീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോസ് മാളിയേക്കൽ, മെമ്പർമാരായ അഡ്വക്കേറ്റ് നമിത ജോസ്, VK കുട്ടപ്പൻ, സിന്ധു പാനപ്പിള്ളി, ജിൻഷാദ് ജിന്നാസ്, ലിജിഷ PK, ജിൻസി റോളി, റാണി മത്തായി, ഡെന്നി ജോസഫ്, MK ബാബു, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളായ ആലങ്ങാട്, കടുങ്ങല്ലൂർ, കരുമാലൂർ, വരാപ്പുഴ തുടങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജി ജോളി, ഗീത സലിംകുമാർ, മുജീബ്, ബിജു ചുള്ളിക്കാട് തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു.